ഉണ്ടാവും. അതൊന്ന് കേൾക്കാൻ ചെവി ഒന്ന് കൊടുക്കണം. അതുപോലെ തന്നെ മക്കൾ വളരുമ്പോൾ ടെൻഷൻ കൂടുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ടീനേജിലെ മക്കളായാൽ പോലും ആ മക്കളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ആയിക്കഴിഞ്ഞാൽ അവരവരുടെ എല്ലാ കാര്യവും നമ്മളോടൊന്ന് പറയും. ഒരിക്കലും മറ്റൊരാളെ ആ സ്ഥാനത്തോട്ട് ചിന്തിക്കുക പോലുമില്ല. സോ ഞാൻ പറയുന്നത് സ്ട്രിക്റ്റൊക്കെ വേണം, വേണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഒരിക്കലും നമ്മളെ പേടിച്ചിട്ട് നമ്മളെ മക്കൾ അവരുടെ കാര്യങ്ങൾ മറ്റൊരാളുടെ മുമ്പിൽ പോയി ഷെയർ ചെയ്യുന്നൊരവസ്ഥ അതുണ്ടാവാതിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലായില്ലേ? സോ നമ്മുടെ തിരക്കുകളൊക്കെ ഉണ്ട്, ശരിയാണ്, ജോലി തിരക്കുകൾ പെട്ടു പോകുന്നുണ്ട്. ചിലർ ആ ദിവസത്തെ കാര്യങ്ങളിലൊക്കെ പല പല ടെൻഷൻസിലാണുള്ളത്. പക്ഷേ ആ ടെൻഷൻസൊക്കെ നിലനിൽക്കുമ്പോൾ പോലും ഒരു മേശയിൽ ഒരുമിച്ചിരുന്ന് എല്ലാവർക്കും ആഹാരം കഴിക്കാൻ പറ്റുന്നൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ നമ്മളെ മക്കളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ അത് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാലഘട്ടമാണ്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒരു എല്ലാ ആഹാരമൊക്കെ കഴിച്ച് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയം, ഒരു ഹാഫ് ആൻ അവർ തന്നെ എടുക്കാം. അത്രയും ഒരു സമയം കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അത് മസ്റ്റാണ്. അത് അവർക്ക് എന്താ പറയാനുള്ളതെന്ന് നമ്മളൊരു ലിസണറായി കേട്ടു കൊടുക്കുകയും വേണം. അവർ പറയട്ടെ. അവരുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ലിസ്റ്റിൽ നമ്മൾ തന്നെ വരട്ടെ. അവരുടെ ഉമ്മായും ഉപ്പായും ആവട്ടെ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ആ ലെവലിൽ വരുന്ന മക്കൾക്ക് എന്ത് കാര്യവും ഷെയർ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തത്രപ്പെട്ട് നോക്കില്ല, ആലോചിക്കില്ല ആരോട് പറയുമെന്ന്. അവരാദ്യം വന്ന് പറയുക നിങ്ങളോടായിരിക്കും. സോ നമ്മളെ മക്കളുടെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട്, ചങ്കത്തി, ഇങ്ങനെയൊക്കെ പറയുന്ന മെൻഷൻസില്ലേ, അത് നമുക്ക് തന്നെ കൊടുക്കണം. നമ്മളാവണം അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഏതൊരവസ്ഥയിലും നമ്മളോട് വന്ന് അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യട്ടെ, അവരുടെ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യട്ടെ. അങ്ങനെ എല്ലാ അവരുടെ നല്ല ചിന്തകളും നമ്മൾ വേണം ഫസ്റ്റ് കേൾക്കാൻ, ലിസണറായിരുന്നു കൊടുക്കുക. അതിനുശേഷം അവർക്ക് വേണ്ട സജഷൻസും നമ്മൾ തന്നെ കൊടുക്കുക. നമ്മുടെ ജീവിതത്തിലോട്ട് മൂന്നാമതൊരാൾ കടന്നു വരാനുള്ള അവസരം നമ്മൾ കൊടുക്കാതിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്തകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.